ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ വാസ്ലിനാണ് എടുക്കുന്നത്. അപ്പോൾ ഷൂ പോളിഷ് ചെയ്യാനാണ് ആദ്യം നമുക്ക് വാസ്ലിൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഷൂ പോളിഷ് ചെയ്യാൻ വേണ്ടി വാസ്ലിൻ മാത്രം മതി. അപ്പോൾ അത് ഒരു കോട്ടൺ തുണിയിലോ അതല്ല എങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പറിനകത്തോ പഞ്ഞി ഉണ്ടെങ്കിൽ അതിനകത്തോ നമുക്ക് ഇതേപോലെ കുറച്ച് വാസ്ലിൻ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1 മിനിറ്റോളം അത് വെച്ച് തന്നെ ഒന്ന് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് പഴയ ഷൂ ആണെങ്കിലും പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ ബ്ലാക്ക് ഷൂ ഒക്കെ ആണെങ്കിൽ നല്ലൊരു തിളക്കമായിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കറുത്ത ഷൂ ഒക്കെ ആകുമ്പോഴത്തേനും. അതേപോലെ കുട്ടികൾ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്നതാണെങ്കിലും ഇതേപോലെ ഒന്ന് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുക. നല്ല പുതിയതുപോലെ ഇരിക്കും. അപ്പോൾ ഇതേപോലെ വാസ്ലിൻ വെച്ച് ഒരുപാട് ഉപയോഗമുണ്ട്. ഇപ്പോൾ എപ്പോഴും നമ്മൾ ഇതേപോലെ വാസ്ലിൻ വെച്ച് ചെയ്ത് കൊടുക്കണമെന്നില്ല, വല്ലപ്പോഴും ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ലൊരു തിളക്കമായിരിക്കും. ഉണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേനും നല്ല പൊടിയായിരിക്കും. അപ്പോൾ ആ പൊടിയൊക്കെ ആദ്യം ഒന്ന് തുടച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം വേണം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതാണ്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഷൂ. കണ്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് വാഷ് ബേസിനിലൊക്കെ എപ്പോഴും നമ്മൾ ടാപ്പ് ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഈ വെള്ളം വീണിട്ട് അതിൻ്റെ ആ സ്റ്റീൽ കളർ തന്നെ ഒരു മാതിരി മങ്ങി കണക്കിരിക്കും. ഇപ്പോൾ സ്റ്റീലിൻ്റെ പൈപ്പാണല്ലോ എല്ലായിടത്തും. അപ്പം അത് നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കുന്നതിന് ഇതേപോലെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചോ അതേപോലെ കോട്ടൺ തുണിയാണേലും മതി, ഒന്ന് ചെറുതായിട്ട് വാസലിനൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അത് വെച്ചൊന്ന് വെറുതെ ഒന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. നല്ല ഗ്ലേസിങ് ആയിരിക്കും. ഉണ്ടോ, നല്ല പോറലൊക്കെ വീണ് വെള്ളമൊക്കെ വീണ് ആകെ നാശമായിട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് നല്ലൊരു തിളക്കമൊക്കെ കിട്ടും. ഉണ്ടോ. അതേപോലെ കിച്ചണിൽ നമ്മൾ എപ്പോഴും ഇതേപോലെ ഉപയോഗമുള്ളതാണ്. വെള്ളം തെറിച്ച് എത്ര സോപ്പിട്ട് നമ്മൾ തേച്ച് കഴിയാലും അതിൻ്റെ ആ 2 ദിവസം ആകുമ്പോഴത്തേന് അതിൻ്റെ ആ തിളക്കമൊക്കെ മങ്ങി വെള്ളമൊക്കെ വീണിട്ട് ആകെ പാടായിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് വാസന ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നല്ലോണം അതേപോലെ ഒന്ന് ടാപ്പിനകത്തൊക്കെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഇതാണ്ട് വെറുതെ ഒന്ന് തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ലൊരു ഗ്ലേസിങ് ആണ്. ഉണ്ടോ. ഇതേപോലെ തന്നെ ബാത്റൂമിലെ ടാപ്പിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും വെള്ളം വീണ് തുരുമ്പിച്ച് സ്റ്റീലാണേലും കുറേ നാളാകുമ്പോഴത്തേനും തുരുമ്പൊക്കെ വരും. അപ്പോഴത്തേനും ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അങ്ങനെയുള്ളൊരു കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. അപ്പോൾ നല്ല പുതിയതുപോലെ തന്നെ എപ്പോഴും ഇരിക്കുകയും ചെയ്യും. ഉണ്ടോ. അതേപോലെ തന്നെ നമ്മളെ കണ്ണാടി, ചെറിയ കണ്ണാടിയിലെ മുഖമൊക്കെ നോക്കുന്നു, അതിനകത്താണ് ഇപ്പോൾ ഞാൻ തേച്ച് കൊടുക്കുന്നത്. ഉണ്ടോ, വാസലിൻ തേച്ചിട്ട് ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലോണം ഒന്ന് തുടച്ച് കൊടുക്കുക. ഉണ്ടോ, നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം പെട്ടെന്ന് തന്നെ അതിൻ്റെ മാറ്റം. ഉണ്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഇനി അടുത്ത ഗ്യാസ് ബർണർ ഇതേപോലെ നമ്മൾ കത്തിക്കുമ്പോഴത്തേന് തീ പുറത്തോട്ട് വരും. അപ്പം ബർണറിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് വാസലിൻ തേച്ചിട്ട് നമുക്ക് ബർണർ ഇട്ട് കൊടുത്തൊന്ന് കത്തിച്ചാൽ മതി. അപ്പോൾ തീ പുറത്തോട്ടൊന്നും വരാതെ നല്ല രീതിയിൽ തന്നെ കത്തുകയും ചെയ്യും. കണ്ടോ. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഗ്യാസ് നമുക്ക് എന്തുമാത്രം ഉണ്ട് തീർന്നു ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു സൈഡിൽ കുറച്ച് ചൂടുവെള്ളം, അപ്പോൾ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തൊട്ട് നോക്കുമ്പം തണുത്ത ഭാഗത്ത് ഗ്യാസ് കാണും. ഇപ്പോൾ എന്തുമാത്രം ഉണ്ട്, ഇപ്പോൾ എനിക്ക് പകുതിയുണ്ട്. ഇപ്പോൾ തണുപ്പ് ഉള്ള ഭാഗത്ത് ഗ്യാസ് അത്രയും ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ അരി ആട്ടുമ്പോഴത്തേന് 2-3 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ തണുത്ത ചോറിട്ട് കൊടുത്താലും മതി, അരിക്കനുസരിച്ച് ചോറിട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ അരിയൊക്കെ ആട്ടുമ്പം കഴിവതും നമ്മൾ ജോലി ഒതുക്കാൻ വേണ്ടി 3/4 ഭാഗമൊക്കെ ഇട്ട് കൊടുത്തങ്ങ് ആട്ടിയെടുക്കും. അപ്പോൾ പല തവണ ആകുമ്പോഴത്തേനും അതുപോലെ മിക്സിയുടെ മോട്ടറിനൊക്കെ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ നമ്മൾ കഴിവതും പകുതിയൊക്കെ ഇട്ട് അരച്ചെടുക്കാൻ നോക്കുക. ഇനി ഇത് ഐസിടുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ മിക്സിയുടെ ബ്ലേഡിനകത്ത് പിടിക്കത്തുമില്ല. അതുപോലെ ദോശയാണെങ്കിലും അപ്പമാണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഐസ് ക്യൂബ് ഇല്ലെങ്കിൽ നമുക്ക് തണുത്ത ചോറിട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതും കൂടെ നല്ലതായിരിക്കും. മിക്സി ഇടുമ്പോൾ നമ്മൾ മൂടിക്കകത്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ മിക്സി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകത്തുമില്ല. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കബോർഡിനകത്ത് ഇതേപോലെ വലിക്കുന്ന ട്രയൽ നമ്മൾ സ്പൂണും ഇതൊക്കെ വാരിയിടുമ്പോഴത്തേന് എപ്പോഴും ഇടയിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയോ അതെല്ലാം കട്ടിയുള്ള പേപ്പറോ അതല്ലെങ്കിൽ ഇതേപോലെ നല്ലൊരു സഞ്ചി ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് എന്ത് സാധനം വേണേലും വാരി ഇട്ടാലും അതിൻ്റെ ഇടയിൽ കൂടെ പോകത്തില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും.
അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് സാധനം വേണേലും എത്ര വേണേലും നമുക്ക് വാരിയിട്ടാലും ഇടയിലൊന്നും പോകത്തില്ല. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗ് ഒക്കെ എപ്പോഴും ഇതേപോലെ സിബ് കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടുവരും. എത്ര പുതിയത് മേടിച്ചു കൊടുത്താലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതേപോലെ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അത് അവർ തുറക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് വാസലിൻ ആ സിബിലൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ സിബിന് കംപ്ലൈൻ്റ് ഒന്നും കാണത്തുമില്ല, എത്ര നാൾ വേണേലും ബാഗ് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ എപ്പോഴും തുറക്കലും അടക്കലും ഒക്കെ അല്ലേ. അപ്പോൾ ഇതേപോലെ ഒന്ന് സിബിനകത്തൊന്ന് വാസലൊന്ന് തടയി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ സിബിടുന്നതിന് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാഗിലാണെങ്കിലും അതേപോലെ നമ്മൾ കൊണ്ടുപോകുന്ന ഹാൻഡ് ബാഗിനകത്തൊക്കെ ആണെങ്കിൽ ഇതേപോലെ സിബിനകത്ത് വാസലിൻ തേച്ച് കൊടുത്താൽ നല്ല ഒരു ടിപ്പാണിത്. അപ്പോൾ കണ്ടോ, എളുപ്പത്തിൽ തന്നെ നമുക്ക് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണാടി, നമ്മൾ കണ്ണിൽ വയ്ക്കുന്ന കണ്ണാടി, അത് ഏത് കണ്ണാടിയാണേലും വേണ്ടിയില്ല, ഇതേപോലെ ഒന്ന് വാസലിൻ തടയിട്ട് നല്ലോണം ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചോ, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ചോ, അതല്ല എങ്കിൽ ചെറിയ കോട്ടൺ തുണി വെച്ചൊക്കെ, നല്ല സോഫ്റ്റുള്ള കോട്ടൺ തുണി ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ നല്ല കണ്ണി വെക്കുമ്പോൾ തന്നെ നല്ല ഒരു വെട്ടമൊക്കെ കിട്ടുകയും ചെയ്യും. നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല തെളിച്ചമായിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് ഗ്ലാസ് വേണേലും ഇതേപോലെ തുടച്ചെടുക്കാം. ഉണ്ടോ, ഇതിനകത്തും ഇതേപോലെ നമുക്ക് ചെറുതായിട്ട് വാസലിൻ തേച്ചിട്ട് ഇതേപോലെ തുടച്ചെടുക്കാവുന്നതാണ്. നമുക്ക് കണ്ണിൽ വയ്ക്കുമ്പം തന്നെ അറിയാൻ പറ്റും, നല്ല ഒരു വെട്ടവും തെളിച്ചവും ഒക്കെ ആയിരിക്കും. അപ്പോൾ വാസലിൻ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മോതിരം വളയൊക്കെ കയ്യിലിടുമ്പോഴത്തേനും നമുക്ക് വളരെ പ്രയാസമായിരിക്കും. ചിലത് നല്ല ഇറുക്കമായിട്ടിരിക്കും, ഊരാനും ഇടാനും ഒക്കെ പാടായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് വാസലിൻ തേച്ച് കൊടുത്തിട്ട് ഊരാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് വളയും ഊരിയെടുക്കാം, ഇതേപോലെ വാസലിൻ തേച്ചാൽ മതി. ഇപ്പോൾ പാടുള്ള വളയൊക്കെ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ഊരിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും അടിപൊളി ടിപ്സുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് ഓരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.